ഹലോ ട്രേഡേഴ്സ്, വെൽക്കം. നമ്മുടെ എൻഡ് ഓഫ് ഡേ ചാർട്ട് അനാലിസിസ് ഒരു 2-3 ദിവസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. കാരണം സിക്കായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രേഡിങ്ങിൽ ആക്റ്റീവ് ആയിരുന്നില്ല. ഇന്നാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് പറയുന്നത്തെ ട്രേഡ്സ് 2 ട്രേഡാണ് നമ്മളിന്ന് എടുത്തത്. നിഫ്റ്റിയിൽ ഒരു ട്രേഡും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡും. ഓക്കെ, അപ്പോൾ നിഫ്റ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോയിലാണ് ഓപ്പൺ ആയത്. അതുപോലെ നമ്മുടെ CPR നോക്കുകയാണെങ്കിൽ ഒരു നാരോ CPR ആയിരുന്നു. അപ്പോൾ നാരോ CPR ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡിങ് ഡേ വരാനാണ് ഒരു ചാൻസ്. ഓക്കെ, അത് പ്രോബബിലിറ്റി ആണ്, പക്ഷെ നമ്മൾക്കൊരു എഡ്ജ് കൂടുതൽ അതിനാണ്. ഓക്കെ, അതുപോലെ ഇന്നലത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു നല്ലൊരു സൈഡ് വേസ് ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു നാരോ CPR നമുക്ക് കിട്ടിയതും നമ്മളങ്ങനെ ഒരു ട്രെൻഡിങ് ഡേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് വരുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത അതേ ട്രേഡ്, അതായത് നമ്മുടെ സ്ലോപ്പിംഗ് മൂവിങ് ആവറേജിൽ റീട്രേസ്മെന്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ ട്രേഡ് ട്രിഗർ ആവുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇവിടെ നമുക്കൊരു ട്രേഡ് ട്രിഗർ ആയിട്ടുണ്ട്. കാരണം നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ ആയിട്ട് നമുക്കൊരു R1 പിവോട്ടും ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമ്മൾ അതിൽ എൻട്രി എടുത്തില്ല, കാരണം ഇതിന്റെ സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതായിരിക്കും. കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു റെഡ് ക്യാൻഡിലിന്റെ താഴെങ്കിലും വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു 70 പോയിന്റ് ആണ് നമുക്ക് സ്പോട്ട് ചാർട്ടിൽ വരുന്നത്. പിന്നെ മാത്രമല്ല, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇന്ന് IV ഇംപ്ലൈഡ് വോളറ്റാലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീമിയം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ നമ്മളുടെ പൊസിഷൻ സൈസിങ് കാര്യങ്ങളും കുറച്ച്, പിന്നെ മാത്രമല്ല ഒരു നമുക്കറിയില്ല IV കൂടുതലുള്ള സമയത്ത് ചിലപ്പോൾ IV ക്രാഷും സംഭവിക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം പെട്ടെന്ന് ഡീക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു റിസ്ക് എടുത്തില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. അതായത് 11:25 ക്യാൻഡിൽ, അതായത് നമുക്ക് EMAയിൽ റീട്രേസ്മെന്റ് തന്നു. അതായത് EMAയിൽ ടച്ച് ചെയ്തിട്ട് റിവേഴ്സിൽ കാണിച്ചു, അതായത് ബുള്ളിഷ് സൈൻ കാണിച്ചു. നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ എന്നത് നമ്മളുടെ ഈ ഒരു ബ്ലൂ ലൈൻ, അതായത് പ്രീവിയസ് ഡേ ഹൈ ആണ് ആ ബ്ലൂ ലൈൻ, അതാണ് നമ്മുടെ ഡബിൾ കൺഫർമേഷൻ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിൽ നമ്മൾ എൻട്രി എടുത്തു. ഈ ഒരു ക്യാൻഡിലിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തു. ഒരു 1:2 റിസ്ക് റിവാർഡ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം നിഫ്റ്റിന്ന് നല്ലൊരു ട്രെൻഡിങ് ഡേ ആയിരുന്നു. ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ട്രയൽ ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ ഇന്ന് നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് വേറെ ട്രേഡുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലൊരു ബുള്ളിഷ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത്. നമുക്ക് ആക്ച്വലി ഒരു ട്രേഡ് ട്രിഗർ ആയത് ഈ ഒരു റെഡ് ലൈൻ കണ്ടോ, ഈ ലൈൻ നമ്മൾ ഓൾറെഡി പ്രീ ഓപ്പൺ മാർക്കറ്റിൽ, അതായത് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്തിടുമ്പോൾ മാർക്ക് ചെയ്യുന്ന ഒരു ലൈൻ ആയിരുന്നു അത്. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡെയിലി ടൈം ഫ്രെയിമിൽ പോവുകയാണെങ്കിൽ കണ്ടോ, ഡെയിലി ടൈം ഫ്രെയിമിൽ 1 സെക്കൻഡ്, അതായത് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡെയിലി ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇല്ല എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടോ, ഇതാണ് നമ്മളുടെ സ്വിംഗ് ഹൈ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിടും, ഈ ഒരു റെഡ് ലൈൻ, അതായത് അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സ്വിംഗ് ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്വിംഗ് ഹൈ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈനിൽ തന്നെയാണ് നമുക്കൊരു നല്ല റിജക്ഷൻ കിട്ടിയത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ആക്ച്വലി അതിൻ്റെ അടുത്ത് എത്തുന്നേക്കാളും ടച്ച് ചെയ്യുന്നേക്കാളും മുൻപ് നമുക്കൊരു റിജക്ഷൻ തന്നു, പക്ഷെ നമ്മൾ അവിടെ എൻട്രി ഒന്നും എടുത്തില്ല. കുറച്ച് കഴിഞ്ഞ് ആ ഒരു ലൈനിൽ കറക്റ്റ് തട്ടി, നിങ്ങൾക്ക് കണ്ടോ ഈ ഒരു ക്യാൻഡിൽ എക്സാക്ട്ലി അവിടെ തട്ടിയിട്ടാണ് അവിടെ നിന്ന് റിജക്ഷൻ എടുത്ത് ഒരു ബെയറിഷ്നെസ് കാണിച്ചത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ എൻട്രി. ഈ ഒരു റെഡ് ക്യാൻഡിൽ, അതായത് 10:10 ക്യാൻഡിലാണ് നമ്മൾ ഷോർട്ട് പൊസിഷൻ, അതായത് പുട്ട് ഓപ്ഷൻ മേടിക്കുകയാണ് ചെയ്തത്. ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ്, ഒരു 1:2 റിസ്ക് റിവാർഡ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഉണ്ടായിരുന്ന ട്രേഡ്. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ ട്രേഡ് എടുത്തില്ല, പക്ഷേ ഒരു സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ EMA റീട്രേസ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിലുണ്ടോ, അതായത് ഈ സ്ലോപ്പിംഗ് EMAയിൽ വന്ന് റീട്രേസ് ചെയ്തു. സെക്കൻഡ്, അതായത് ഇതിൽ ടച്ച് ചെയ്തു, അടുത്ത ക്യാൻഡിൽ തിരിച്ച് മുകളിലോട്ട് തന്നെ പോയി ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഡബിൾ കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഈ റെഡ് ലൈൻ, അതായത് നമ്മുടെ സ്വിംഗ് ഹൈ തന്നെയാണ് നമ്മുടെ ഡബിൾ കൺഫർമേഷൻ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിൽ നമുക്ക് എൻട്രി എടുത്തിട്ട് ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്താൽ 1:2 അച്ചീവ് ചെയ്യായിരുന്നു. പക്ഷെ നമ്മളത് ആ ട്രേഡ് കയറി ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല, നമ്മൾ അത്ര ആക്റ്റീവായിട്ടൊന്നും ട്രേഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ 2 ട്രേഡും പ്രോഫിറ്റ് ആയതോടുകൂടി നമ്മൾ നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞ പോലെ അങ്ങനെയാണ് നമ്മളൊരു 8% റിട്ടേൺ, അതായത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്
നമ്മളെ ഒരു ട്രേഡിൽ നമ്മൾ 2% ആണ് റിസ്ക് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 1:2 റിസ്ക് റിവാർഡാണ് നോക്കുന്നത്. അപ്പോൾ ഒരു 4% റിട്ടേൺ. അങ്ങനെ 2 ട്രേഡാണ് നമുക്കിത് ഉണ്ടായിരുന്നത്. രണ്ടിലും കൂടെ ടോട്ടൽ 8% റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു ട്രേഡായിട്ട് എൻഡ് ഓഫ് ഡേ അനാലിസിസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അതുപോലെ ഒരു കാര്യം പറയേണ്ടത്, നമ്മളൊരു സൈക്കോളജി സീരീസിൻ്റെ വീഡിയോ പാർട്ട് 2 പെൻഡിങ് ആണ്. അത് സിക്ക് ആയതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാതിരുന്നത്. അത് എത്രയും വേഗം നമുക്കത് അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഈ ഒരു എൻഡ് ഓഫ് ഡേ അനാലിസിസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് പരിഗണിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.